എന്താണ്? മണ്ടോദരി, 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 എന്തുപറ്റി? മണ്ടോദരി, ഏയ് മണ്ടോദരി, ശ്വാസമുണ്ട്, കുഴപ്പമില്ല. മണ്ടോദരി, മണ്ടോ, മണ്ടോദരി, മണ്ടോദരി, എന്തേ? അതാ പിന്നെയും പോയ. മണ്ടോദരി, 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 റബ്ബുലാലമീനായ തമ്പുരാനെ, എന്താ നമുക്ക് ഇവിടെ? ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലാന്ന്. ഇതൊന്നും കാട്ടിയിട്ടേ ഇജ്ജെന്തിനെങ്കിലും വന്നേ? ഞാൻ പത്രടാൻ വേണ്ടി വന്നാണ് കാക്ക. പത്രല്ലേ വീടിന്റെ അകത്താ? ഇല്ലാന്ന് പത്രടാൻ വേണ്ടി വന്ന സമയത്ത് ഇതിനോട് ഭയങ്കര ബഹളം കേട്ടു. അതെ മോളെ മണ്ടോദരി, മണ്ടോദരി, എന്താ കാട്ടിയതെന്ന് പറയും. ഞാൻ ഒന്നും കാട്ടിയിട്ടില്ലാന്ന്. ഞാൻ വന്ന സമയത്ത് ബോധം കെട്ട് കിടക്കണ് ഇവിടെ വന്നപ്പോ. ബോധിച്ച് അങ്ങോട്ട് വന്നുടനെ ബോധം കേട്ടാ ഓമ്പടക്കാത്താണ്. വീട്ടിലാളില്ലാത്ത സമയത്ത് ചന്ദ്രൻ കയറിയത് മോളെ. നിലവിളി കേട്ട കയറി നോക്കണ്ടേ? റബ്ബേ, നാട്ടുകാരറിഞ്ഞെന്ത് മണ്ടോതിരെ വിളിച്ചോക്കാൻ വിളിച്ചിട്ട് എന്താ പ്യാരിനും കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വായോ. പ്യാരിന്റെ കൊടുക്ക്, ആ ഓന്റെ കൊടുക്ക് വാ, വാ. വന്നിട്ട് പറയണം വെച്ചാലെ കാര്യങ്ങള്. വേഗം കിട് പാടാ, ഇവിടെ ആ കിടക്കുന്നതായിട്ട് നിങ്ങള് സാവധാനത്തിൽ പറഞ്ഞ പോലെ. സാവധാനം എന്താ സാവധാനം ഞാൻ കാണിച്ചു തരാം. എന്താ കാട്ടിയേ? ഈ സത്യസന്ധമായിട്ട് പറഞ്ഞ നാട്ടുകാർ അറിയില്ല. സത്യസന്ധമായിട്ട് ജിന്നോട് പറഞ്ഞ നാട്ടുകാർ. മോളെ ഒരു കാര്യം എന്തെങ്കിലും ഉദ്ദേശിച്ച് അല്ലെ ഒരു പെണ്ണോട്ട് ഇവിടെ ഉള്ള ഒരു കുടുംബത്തിലുള്ളൊരു ഉള്ള സ്ഥലത്ത് എന്നോടാണ് ഈ വീടിന്റെ അകത്ത് കയറിയാൽ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പത്രടാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് ഇതിനോട് കരച്ചിൽ കേട്ടു. അപ്പൊ ഞാൻ വന്ന് നോക്കിയതാണ്. അപ്പൊ ഈ സ്ത്രീ ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. കോളോട് ചോദിച്ചാൽ അജ്ജ് പറഞ്ഞേക്ക് വിശ്വസിച്ച് ഞാൻ വരുമ്പോ കണ്ട കാഴ്ച അതല്ല. ഞാൻ കണ്ട കാഴ്ച അതെ. ആരോടൊക്കെ പറഞ്ഞു ഏതാ എനിക്ക് വയസ്സ് എത്രയെന്ന് എല്ലാ സംഗതി അറിയാം. കണ്ടറിയാം. ഇത്തിരി വെള്ളെടുത്തണ്ടോ? ഇത്തിരി വെള്ളെടുത്തണ്ട. എന്ത് പോയി വെള്ളെടുത്തണ്ടോ നമുക്ക്? കണ്ടോതിരിയേ കണ്ടോതിരിയേ ആളെ കുട്ടിയെ എന്താ അനക്കല്ലോ. അല്ല നിങ്ങളെന്നെ തളിച്ചോളി. അല്ല ഇപ്പൊ ഞാൻ തളിച്ചിട്ട് കുഴപ്പം വരണ്ട. ആളെ ആളെ എനിക്ക് മണ്ടോദരി, കൊല്ലും ഞാൻ. എന്താ 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 പറഞ്ഞു? തുറന്നു പറഞ്ഞോ? എന്തായി? വേണ്ട വേണ്ട പറയണ്ടക്ക് മനസ്സിലാവട്ടെ. ഒന്നും പറയണ്ടക്ക് മനസ്സിലായി. ഞാനിങ്ങോട്ട് വരട്ടെ. ഞാൻ വന്നിട്ട് പറഞ്ഞാ മതി. ഞാൻ പോട്ടെ. വേണ്ട വളച്ച് പറയണ്ടൊക്കെ കേൾക്കാനുള്ള റാണിയില്ല. പൊന്നെ കാക്ക ആ കുട്ടിയെ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കത് കേൾക്കാൻ എന്താണ്? എന്തേ അവിടെ
എന്താണ് ഞാൻ കണ്ട് എന്താണ് പറഞ്ഞോ? പാമ്പ് എവിടെ പാമ്പ്? എവിടെയാണ്? അവിടെ എന്താ ഇങ്ങള് കാണിക്കണേ? ആരെങ്കിലും വിളിക്കേ. എന്തിനാ ഇത് പിടിച്ച് കുലുക്കണേന്ന്? ആര് വിളിക്കണേ? എന്താ കാണിക്കണേ? എന്താ കാല് വറക്കണാണ്? ആരെങ്കിലും വിളിച്ചേ? എവിടെ പാമ്പ്? എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുക? ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ട് ആ പ്യാരിന്ന് വിളിക്കുന്നു. ആരെ എവിടേക്ക് വിളിക്കണേ? ഞാൻ ഇവിടുന്ന് അനങ്ങൂല. നീ ഒരാളെ വിളിക്കും. കുട്ടിയെ ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ഇവിടുന്ന് ഇറക്കും. എന്റെ വല്യാണ്. എന്താ കുട്ടിയെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങൂ? ഇജ്ജ് എങ്ങനെ ഇറങ്ങി? ഇജ്ജ് എങ്ങനെ കയറിയത്? ഞാൻ എങ്ങനെ കയറി? എവിടെ പാമ്പിനെ കണ്ടുപെട്ടു? എവിടെയെങ്കിലും ആയിക്കോട്ടെ. മാമാൻ ഞാൻ മോഹൻലാൽ സർച്ചെന്തിനാ ആൾക്കാരെ വിളിക്കേ? എവിടെ വിളിച്ച് കണ്ടേ? എന്താ പണ്ടു എന്താ പാമ്പ് വന്നേട്ടാ. പാമ്പാ പാമ്പുണ്ടെന്ന്. അതിന് ഇവിടെ എങ്ങനെ പാമ്പ് കയറാനാണ്? അതാ ഞാൻ ആലോചിക്കണേ. എങ്ങനെ പാമ്പ് വരുന്നേ? നീ അപ്പൊ ഈ വാതിൽ തുറന്ന് വലിത്തിട്ടുണ്ട് പോയാ? ഏട്ടാ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ടെന്ന്. പ്യാരിയെ, ഞാൻ സാധാരണത്തെ മാതിരി പത്രടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നോക്കുമ്പോഴും മണ്ടോദരിയുടെ നിലവിളി കേൾക്കുന്ന ഞാനും അങ്ങനെ വന്നത്. എന്താന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നോക്കുമ്പോ ബോധം കെട്ട് കിടക്കണേ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കയറി എന്നിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങ്. അത് താനല്ലേ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആരെയും അങ്ങനെ കയറിക്കണോ? ഒരു പാമ്പിനെ കണ്ട് ഇങ്ങനെ പേടിക്കല. ഞാൻ അത് പാമ്പ് ഇഴജന്തുവാന്ന് അത് കേറി വന്നിങ്ങനെ കൊത്തങ്ങിട്ടാ ഇറങ്ങതായ. എന്നാ പിന്നെ പോയി നോക്കണ നീ. നോക്കുണ്ണി അത് ഒന്നേ നോക്ക്. എന്തിനാ നിങ്ങൾ കാര്യമുള്ളവര് പോയി? നീ ശരിക്കും കണ്ടായിനാ? ഞാൻ കണ്ടേട്ടാ. എവിടെ കണ്ടത്? എവിടെയെന്ന് എനിക്ക് അന്നോട് അവിടെ കണ്ടു പോയി. അതങ്ങനെ പെട്ടെന്ന് പോവില്ല. വാ. വാ. പാമ്പുണ്ടാ സംഭവമുണ്ട്, വെറുതെ പറഞ്ഞല്ല. നീ ആ പാത്രം നനക്കി നോക്കി അനക്കി കൈയിടല്ലേ ആ ബാറ്റ് വെച്ചൊന്നും. എടാ ഞാൻ പാമ്പിനെ ഞാൻ പിടിക്കും, എനക്കറിയാം. ഞാൻ പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. നീ കഥാപ്രസംഗം പറയാന്ന് ഒന്ന് അനക്കി നോക്കണത്. ഇറങ്ങിപ്പോടാ. പണ്ട് തെങ്ങട കേറിയത്. നീ മിണ്ടല്ല. എന്റെ അച്ഛനെ അച്ചാച്ചനെ പാമ്പ് പിടിച്ചിട്ടാ കൊന്നു. ഒന്നുപോലെ എനിക്ക് ഈ പാമ്പിനെ ഞാൻ പിടില്ല. പിടിക്കും ഞാൻ പിടിച്ചുതരാം. കാരണം നമ്മ കൊല്ലേണ്ട ആവശ്യമില്ല. കൈയിടണ്ട മിണ്ടല്ല. കൈയിടണ്ട. എന്താ സാറും അത് ചായ തിളപ്പിക്ക. നീ അത് അവിടെ വെച്ചിട്ട് ഒന്ന് എടി, ഇത് അനക്കി. പാമ്പിനെ പിടിക്കേണ്ട സാധനമാണത്. മോനെ എവിടെ പോകണമെങ്കിൽ എനിക്ക് പത്രം കാണിക്കേ. പത്രം അവർക്ക് ധൈര്യമില്ല. അല്ല ഞാൻ ഇവിടെയൊന്നുമില്ല, നിനക്ക് തോന്നിയതാണെന്ന്. ഞാൻ കണ്ടു പേരേട്ടാ. കണ്ടാ ഉണ്ണി? ആ സിലിണ്ടർ മാറ്റി നോക്കിയേ. ഞാൻ പോവാന്നോ? പോലെ പോലെ ചൂടിക്കയറൊക്കെ തോന്നി എനിക്ക് പാമ്പ്. നീ നോക്കിക്കോടെ, ഞാനിവിടെ ഉണ്ടല്ലോ. നോക്കിക്കോ. മുകളിലല്ലടാ, താഴ്ത്തു നോക്കടാ. എന്തായി? പാമ്പ് ചേർത്തല്ലേ ഈരും കയറിക്കൂടാ. അതിന്റെ അകത്താണ് പാമ്പ്. എറിയാൻ തന്നാളല്ലേ. നീ ആ സിലിണ്ടർ ഒന്ന് അനക്കി നോക്കിയ സിലിണ്ടർ അതിന്റെ അടിയിൽ കയറി വളഞ്ഞിരിക്കണ വാട്സപ്പിൽ. പക്ഷെ പറയാൻ പറ്റടാ. അതിന്റെ അടിയിൽ നോക്കടാ. ഇവിടെ ഒന്നും ഇല്ല മണ്ടു. കിട്ടിയാ? എവിടൊക്കെ പാമ്പ് എന്ന് നോക്കാം. അയ്യോ പാമ്പ് എടുത്ത് ഇടിക്കല്ല കഴിച്ച്. ഞാനിത് അങ്ങോട്ട് വരെയായിരുന്നു. ഈ ചവിട്ടിന് അവിടെ പാമ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ ചവിട്ടിയിട്ട് പിന്നാലെ വന്നത് അച്ഛനെ കഴിച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. പേടിച്ചാ തലയിലേക്ക് വിഷം കയറൂട്ടാ. പേടിക്കല്ലേട്ടാ, തലയില് വിഷം കയറും. കോയിക്ക പേടിക്കല്ലേ? പല്ല് ശരിക്ക് ആഴത്തില് പണ്ടു ഇത്തിരി തുണിക്കഷ്ണവും വെള്ളം എടുത്തോ. പുറത്തോട്ട് എടുത്തിട്ട് കാറ്റ് കൊള്ളട്ടെ. കാറ്റിനെ ഫാനിട്ടാ മതി. വേണ്ട, കറണ്ട് ബില്ല് കൂടുതലാണ്. പുറത്തോട്ട് തണ്ടല് പൊട്ടും. പേടിക്കണ്ട പേടിക്കണ്ട. ഇതിപ്പോ എന്താ ഉണ്ടായിച്ചുണ്ടാ? ഞാൻ ഇങ്ങോട്ട് ആ പെപ്രാളത്തിൽ ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കടക്കലും നമ്മുടെ ചവിട്ടിയുടെ മുകളിൽ അത് കിടന്നിരുന്നതേ. ഞാൻ ചവിട്ടുന്ന ഒരു സ്പോഞ്ചിന്റെ മാതിരി ഒരു ഇത് ഇങ്ങനെ തോന്നി. നോക്കിയപ്പോ തല ഇങ്ങോട്ട് പോക്കലും ഞാൻ അങ്ങടാ ചാടി. പിന്നെന്ന് പറഞ്ഞ സത്യന ഒറ്റ കൊത്ത
ഞാൻ ആ ചവിട്ട വേദനയോടുള്ള കടിയാണ് ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എന്താ കാണിക്കണ? നല്ലോണം ഞാൻ കടിച്ച് വലിച്ച് വിഷം അങ്ങോട്ട് തുപ്പിക്കട. എന്ത് ഭ്രാന്താ ഇവൻ കാണിക്കണ? എടാ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിന്റെ വായിൽ മുറിവുണ്ടെങ്കിൽ ആ വിഷം കയറിയിട്ട് നീ ചത്തുപോകൂലേ? അല്ലാണ്ട് ഇതിപ്പോ ഒരാളെ ചാവുള്ളത്, ഇപ്പൊ രണ്ടാള് ചാവാനുള്ള പണിയാവാൻ നോക്കണം. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ സത്യ, എന്താ അല്ല അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ. ഇത് ഇരിക്ക് കോയേക്ക മണ്ടു, നീ പോയിട്ട് ഇത്തിരി സോപ്പും ഒരു പഴം തുണി കഷ്ണം ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ടോ? എന്തിനപ്പോ ഇനിയിപ്പോ ഈ സോപ്പും വെള്ളമൊക്കെ ഇപ്പൊ ഈ ആശുപത്രിയിൽ പോണ ആളിനെ ഇനിയിപ്പോ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ചെല്ലേ തുണിമതിയില്ലേ? ആ ഒരു തുണി കഷ്ണം എടുത്തിട്ടുണ്ടോ? സോപ്പൊക്കെ പറഞ്ഞു, സോപ്പൊക്കെ എന്തിനാ കുളിക്കാനും വണ്ടി വിളിക്കണോ? ഒരു ഇത് ചെയ്യട്ടെ. എന്തപ്പ എനിക്ക് തോന്നുന്നത് സത്യ? എന്താ പാമ്പ് കടിച്ചാ തോന്നുക കാക്ക? അതല്ലേ എന്നെ കടിച്ചിട്ടില്ലല്ലോ, അല്ല ചോദിക്കണം. അല്ലത് പേടിക്കരുത്, അതാ പറയണത്. പേടിച്ചിട്ട് കാര്യമില്ല. പേടിച്ചെന്താ ഉണ്ടാവുക? സരസിലേക്കാ കയറും ബേസം, അപ്പൊ കഴിയും. അതാ പറയണതേ. അപ്പൊ ആ നാരായണൻ എന്താ ഉണ്ടായി? നമ്മുടെ നാരായണന് ആ കാലത്ത് അത്രയും കൂടി ഉണ്ടായില്ല, വെറുതെ 2 കുത്ത ഉണ്ടായിരുന്നുള്ളൂ. ആ കാലത്ത് പാമ്പടിച്ച് വൈകുന്നേരം കഴിച്ചില്ല, അപ്പത്തും കുയിലേക്ക് വെച്ചില്ലേ? പേടിപ്പിക്കല്ലേ? എന്ത് പറഞ്ഞ എന്ത് പേടിപ്പിച്ചത്? അത് ഓൻ അറിയണ്ടേ? പേടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഈ പറഞ്ഞായി. പേടിച്ച വിഷം സരസിൽ കയറൂലേ? പേടം കഴി നായിമാര് ഇത്രാവശ്യം പോന്നരണ്ട ആ മക്കളാണ്. അവർക്കൊന്നും എന്തിനെങ്കിലും പോകുന്നെങ്കിൽ വേണ്ടില്ല. അയ്യോ ബിസ്മില്ലാഹി തവക്കലത്തു അലാ അയ്യോ ബിസ്മില്ലാഹി തവക്കലത്തു അലാ അങ്ങനെ മുറുക്കി കെട്ടാൻ പാടില്ല. പതുക്കെ കെട്ടേ. ബ്ലഡ് ക്ലോട്ട് ആയിട്ട് കാല് ചത്തുപോകും. ഞാൻ കാണിച്ചു കെട്ടുമ്പോ ഇങ്ങനെ ഒരു വിരല് ഗ്യാപ്പ് ഇട്ടിട്ട് അയച്ച് കെട്ടണം. മതി മതി. എന്താ പറഞ്ഞ? ഞാൻ ലട്ട കെട്ടിയേക്കണ ഇജാട്ടോ. ഞാൻ കെട്ടിയേക്കണേ, ഞാനല്ല കെട്ടിയേക്കണേ. എനിക്ക് ഉത്തരവാദിത്തല്ല. അയച്ച് കെട്ടാൻ പാടുള്ളൂ. അയച്ച് കെട്ടാൻ നന്നാവും. ഇപ്പൊ പടത്തോനെ ആശുപത്രിയിലേക്ക് ഒന്ന് എത്തിച്ച് ഞങ്ങളൊന്ന് മുന്നാണ്ടിരിക്കും. നിങ്ങളുടെ തലമണ്ട ഞാൻ തച്ചു പോയിക്കും. മുണ്ടാടത്തി നല്ലടോ അങ്ങനെയല്ലാന്ന് പറഞ്ഞാ പറയണ്ട്. ഞാൻ ഒന്നും പറയില്ല. എന്റെ പ്യാരെ നിന്റെ വണ്ടി ഒന്ന് എടുക്കടാ. വണ്ടി ഇല്ല സത്യമായിട്ട്, അത് സർവീസിന് കൊടുത്തേക്കല്ലേ. ഓ ഈ നേരത്തൊക്കെ പിശുക്ക് കാണിക്കാൻ പറ്റൂടാ. അയ്യോ അതിന്റെ അല്ല, ഞാൻ സത്യമായിട്ടും സർവീസിന് കൊടുത്തില്ല വണ്ടു. എന്നാ ഏതെങ്കിലും ഒരു വണ്ടി വിളിക്കണോ? വിളിക്ക ഉണ്ണി, നീ പോയിട്ട് ഏത് പാമ്പാ കടിക്കാന്ന് നോക്കും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചോദിക്കും. സത്യേട്ടനെ കടിച്ച പാമ്പിനെ പിടിച്ചിട്ടേ ഞാൻ വരൂ. ആ എടാ സുധീഷേ, നീ ആ വണ്ടിയായിട്ട് ഒന്നും ഇങ്ങനെ അത്യാവശ്യമായിട്ട് വീട് വരെ വാടാ. ടൂറ് പോയേക്കണാ? എവിടെയാണ്? മൂന്നാറാ? തണുപ്പുണ്ടാടാ അവിടെ? ശരിയാടാ ശരി. ഇല്ല വേറെ ആരെ ഇപ്പൊ ഒന്ന് വിളിക്കണ ഒരു വണ്ടിച്ചു. എന്നാ മന്മഥനൊന്ന് വിളിച്ചാലേ അവന്റെ കയ്യിൽ വണ്ടി ഉണ്ടല്ലോ. അവന്റെ ലോറിയല്ലേ, ലോറിക്കാണ് ഒരാളെ ആശുപത്രി കൊണ്ടുപോണ. ലോറിയിലേക്കോ എന്തിനെങ്കിലും കേറി പോവാൻ പ്യാരിയെ വിളിക്ക്. ഒന്നും വേഗം വിളിക്കണ്ട. ആള് ഇവിടെ കിടന്ന് മരിച്ചുപോയാൽ നമുക്കാണ് പിന്നെ. വർത്താനം നീ പറയണത്. അങ്ങനെയല്ല, വേഗം വിളിക്കാം. വിളിക്കാം. എന്റെ പേര് പറയണ്ടോ? സത്യനെന്ന് പറയണ്ട. എന്താണ്? ഞങ്ങള് തമ്മിൽ വേറെ പ്രശ്നം. വിളിക്കണ്ടേ? ആ വിളിച്ചോ. എന്തൊക്കെ ഈ പറഞ്ഞത്? ആ മന്മതാ, ഒന്ന് ആ വണ്ടിയായിട്ട് ഒന്ന് അത്യാവശ്യമായിട്ട് വാടാ. ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്. വെള്ളം അടിക്കാന്നാ നീ അത് അവിടെ എടുത്ത് വെക്ക്, എന്നിട്ട് വന്നിട്ട് കുടിക്കുക. അത്യാവശ്യമാണ്. പാമ്പ് കടിച്ച് എന്റെ വീട്ടിൽ വെച്ചിട്ട് ഒരാളെ പാമ്പ് കടിച്ച്. എന്റെ കൂട്ടുകാരനാണ്. നീ ഒന്നും ഇങ്ങോട്ട് വാ, വേമ്പാ. നീ ആ കുപ്പി കൂട്ടി വെച്ചിട്ട് ആ വയർ വലിച്ചിട്ട് ഒന്ന് വാടാവുന്ന്. ഈ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വാ. ശരി. അവന്റെ വണ്ടിയിലൊന്നും പോവാൻ പറ്റൂല. അവൻ മണല് കടത്തണ വണ്ടിയാണത്. പോലീസ് കൈ കാണിക്കും. അല്ലാ, ഇനിയിപ്പൊ ആ കിടങ്ങറാവോ? വിഷം കടിക്കലും പോലീസൊക്കെ കൂടി. അവരെ കണ്ടിട്ടാ പാമ്പ് ചെറിയ പാമ്പ്. ആ ചെറിയ പാമ്പ്. അപ്പൊ കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല എന്നാ സത്യേട്ടാ. പാമ്പ് ചെറുതായാലും വലുതായാലും വേഷാലെല്ലാം ഒരുപോലെ തന്നെയാണ്. കടിച്ചാ തീർന്നു. പാമ്പിനെ കിട്ടുമോ നോക്കിയ ചെല്ലി. അടുത്ത ആളെ കടിക്കൂടാ. 2 ചെറിയ പൈതമക്കളാണ്. നേറിട്ടോ പറഞ്ഞില്ല എന്റെ കെട്ട് ശരിയായിട്ടില്ല. എന്താണ്
വേണ്ട കുഴപ്പമില്ല. സത്യമായിട്ട് ആ വീടിന്റെ ലോണിന് ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ? ഇൻഷുറൻസ് ഇല്ല. ഓ, അത് എഴുതി തള്ളിപ്പോ തന്നെ എന്തേലും വന്നു പോയാല് നിയമമുണ്ടേ. എന്താണ് ഒരു സമയത്ത് പറയുന്നത് അതാ നേര്. അതേ അയ്യോ കറച്ചിൽ വരുന്നുണ്ട് കേട്ടോ. കറച്ചിൽ വരുന്നുണ്ട്. മന്മഥൻ വരുമെന്ന് കെട്ടത് മതി. എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുള്ളതാണത്. മുറുക്കി കെട്ടാൻ പാടില്ല. കറച്ചിൽ വരുന്നുണ്ട്. കടച്ചിൽ ഇത്തിരി നേരം ഉണ്ടാവും. അത് ഈ രണ്ട് പല്ലും താഴ്ന്നിട്ടുണ്ടേ, അതിന്റെയാണ്. പേടിക്കണ്ട. മന്മഥൻ ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഒന്നുകൂടി വന്നെന്ന്. അയ്യോ